ഹലോ ഗായ്സ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. വർക്കുള്ള ഡേ ആയതുകൊണ്ട് രാവിലെ തന്നെ ഒന്ന് എണീറ്റ് ഫ്രഷ് ആയിട്ടോ. പിന്നെ നോക്കിയ ഗായ്സ്, എൻ്റെ ബെഡ് നിറച്ച തുണികളാണ് കണ്ടില്ലേ കിടക്കണത്. അങ്ങനെ ഓരോന്നായി മടക്കി റെഡിയാക്കി വെച്ച്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായിട്ടാ. അതുകൊണ്ട് അമ്മനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കൊട്ടിക്കുടങ്ങി പില്ലോ കവറൊക്കെ ഒന്ന് ഇട്ട് ആകെ മൊത്തം ഒന്ന് റൂമൊന്ന് സെറ്റാക്കി എടുത്ത്. പിന്നെ ചെറുതായി ഒന്ന് റെഡിയാവാമെന്ന് കരുതി. ഓൾറെഡി എനിക്ക് ബസ് ലേറ്റ് ആട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് ബസ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനിയും നിന്നാൽ എൻ്റെ സെക്കൻഡ് ബസ് മിസ്സാവും ഗൈസ്. ബൈ ബൈ ബൈ. അങ്ങനെ ലാബെത്തിട്ടോ. അപ്പോൾ രാവിലത്തെ ഒന്നും എനിക്ക് കുറച്ച് നല്ലപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഒന്നാമതേ ഞാൻ കുറച്ച് ലേറ്റായാണ് വന്നത്. പിന്നെ രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാംഗോ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടാ. അപ്പോൾ ഇതാട്ടോ ഞാൻ വർക്ക് ചെയ്യണ എൻ്റെ TSL ലാബ്. ശരിക്കും ഇതൊരു ഫാമിലിയാണെന്ന് തന്നെ പറയാം. എൻ്റെ ഫേവറേറ്റ് പ്ലേസ് കൂടിയാണ്. ഇത് സനി ചേച്ചി, ഇത് സീനമ്മ, ഇത് നമ്മുടെ അച്ചേച്ചിൻ്റെ സ്വന്തം വിപിയേട്ടൻ, ഇത് നമ്മുടെ അച്ചേച്ചിട്ടാ. അച്ചേച്ചി പൊളിയാണേ. അങ്ങനെ ഞങ്ങൾ നേരെ ATM പോയിട്ടാ. ഇതെൻ്റെ ഫ്രണ്ട് വിശ്വ, എൻ്റെ കൂടെ എപ്പോഴും വാല് പോലെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ ATM പോയി തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാനായി നിൽക്കുക. അപ്പോൾ അച്ചേച്ചിനെ വിപിയേട്ടൻ കൂട്ടാൻ വന്നതുകൊണ്ട് അച്ചേച്ചിയും വിപിയേട്ടനും പോയിട്ടാ. ബൈ ബൈ ഗൈസ്. അങ്ങനെ സനിതേച്ചിയും ബൈ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒരു സ്ഥലം വരെ പോവാണ് ഗൈസ്. ഹോ, എന്തൊരു വെയില, സഹിക്കാൻ പറ്റൂല കേട്ടാ. ഹോ ക്യൂട്ട് ബിബി. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോർ പോയിട്ടോ. ഞങ്ങളുടെ ഡ്രസ്സിങ് സെക്ഷനിലേക്ക് എൻ്റെ ഫസ്റ്റ് പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് ഇതാണല്ലോ മെയിൻ. അറിയാലോ, എൻ്റെ വീഡിയോ എടുക്കാൻ മാത്രം. രസമുണ്ട്, എടുത്തോ. പേഴ്സിൽ എത്ര ഉണ്ട്? ഞങ്ങൾ ശരിക്കൊന്നും വാങ്ങിക്കാൻ വന്നതല്ല കേട്ടോ ഗൈസ്. സൺഡേ ഒക്കെ അല്ലേ, എന്നാൽ പിന്നെ ഒന്ന് തേരപ്പാരം നടക്കാമെന്ന് കരുതി. പോരാത്തതിനെ ഇതൊരു കണ്ടൻ്റാക്കി ഇടാലോ. എനിക്ക് യൂട്യൂബ് വീഡിയോ ഇടാൻ കണ്ടൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടാ. കൊള്ളാലേ ഡ്രസ്സ്, എനിക്കിഷ്ടമായി. പക്ഷെ വേണ്ട, അവിടെ തന്നെ വച്ചേക്കാം. പിന്നെ നമ്മളിങ്ങനെ തേരാപ്പാര നടന്ന് ഓരോന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഡ്രസ്സൊക്കെ അടിപൊളിയാണ്. പക്ഷേ അപാര റേറ്റാ. ഏത് ഇതാ? ഈ വൈറ്റോ? ആടി, ഇത് രസമുണ്ട്. ഇത് രസമുണ്ടോ? നീ അതെടുത്തോ, ജസ്റ്റ് ട്രൈ ചെയ്തിട്ടോ. രസമുണ്ടോ? എവിടെ? ജസ്റ്റ് ഇങ്ങോട്ടേക്ക്. രസമുണ്ടോ? അത് രസമുണ്ട്. ഇത് രസമുണ്ട്. എവിടെ നോക്കട്ടെ, എങ്ങോട്ട് കാണിക്ക്. പൊട്ടിക്കാൻ പറ്റൂല.
എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ചേട്ടാട്ടനെ കൊണ്ടൊന്ന് വലുത് മേടിച്ചു തരാൻ പറയണം. നല്ല രസമുണ്ട്. കണ്ണട കണ്ട ആരാ നിന്ന് പോവാത്തതല്ലേ ഗൈസ്. കണ്ണാടിയോടിഷ്ടം തോന്നണതിന്താവോ, കണ്ണാരെയോ തേടിപ്പോവണതിന്താവോ. ഓ, എവിടെ നോക്കിയാലും ഗ്ലാസ് ആണല്ലോ ഗൈസ്. എനിക്ക് ഇറങ്ങാൻ പേടിയാ. ഈ ഇപ്പുറത്ത് കൂടെ പോരെ. ഇത്ര നേരം ഇവിടെ കിടന്ന് തേരാപ്പേര തിരിഞ്ഞിട്ടും ഞങ്ങളാകെ നെസ്റ്റോയിൽ നിന്ന് വാങ്ങി 10 രൂപേൻ്റെ 4-5 കേട്ടാ. പിന്നെ അതും വാങ്ങി ബില്ലാക്കി നേരെ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങി. എൻ്റെ ബസ് വന്നതുകൊണ്ട് ഞാൻ വേഗം ബസ്സിൽ കയറി വന്നിട്ടോ. ബൈ ബൈ വിശ്വാ. അങ്ങനെ നേരെ വീടെത്തിയതും ഞാൻ ഫസ്റ്റ് പോയി കുളിച്ചിട്ടോ. നല്ല ചൂടാ പുറത്ത്, സഹിക്കൂല അമ്മാതിരി ചൂട്. പിന്നെ ഉണ്ണിക്കുട്ടൻ നമുക്ക് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മന്തി റൈസായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നേ. കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, സൂപ്പർ. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ കുറച്ച് വീട്ടിൽ പണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പിന്നെ ഞാൻ ഉച്ചയായപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോയായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു 6:30 ആയപ്പോൾ ഞാൻ ഒരു കട്ടച്ചായയും പിന്നെ ഒരു മുറുക്കും കൂടി കഴിച്ച്. വൈകിട്ട് നമുക്ക് മന്തി റൈസ് കുറച്ച് ബാലൻസ് ഉള്ളതുകൊണ്ട് അതന്നെ കഴിച്ചിട്ടോ. അപ്പോൾ ഇതാണ് ഗായ്സ് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്.